ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രൗണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യണത്. അതിനുവേണ്ടി ഇതാ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വച്ചിട്ടുണ്ട്. 1 കപ്പ് പൗഡർഡ് ഷുഗർ, 4 eggs, 1 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, അതുപോലെ 2-3 പിഞ്ച് ബേക്കിംഗ് പൗഡർ, 2-3 ഡ്രോപ്പ് വാനില എസൻസ്, ഡാർക്ക് ചോക്ലേറ്റ്, ബട്ടറും 100 ഗ്രാമാണ്. ഡാർക്ക് ചോക്ലേറ്റും 100 ഗ്രാം സെയിം ക്വാണ്ടിറ്റിയിൽ എടുക്കുക. ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം ബട്ടറും കൂടി ചേർത്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് മൈദയാണ്. മൈദ ഇതുപോലെ ഒന്ന് സീവ് ചെയ്തിട്ട് കൊടുക്കുക. ഒന്നില്ലെങ്കിൽ മൈദയും കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, പൗഡർഡ് ഷുഗർ എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടും ഇതുപോലെ ഒന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിപ്പോൾ അതിൽ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ അരിച്ചരിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. കൊക്കോ പൗഡറും എഗ്ഗെല്ലാം റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമുക്കിതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് എല്ലാ പൗഡറും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതായത് നമ്മൾ ചേർത്ത ബേക്കിംഗ് പൗഡർ എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക രീതിയിൽ വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഫോർ എഗ്സ് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അത് നമ്മുടെ ആ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിൻ്റെ മിക്സിലേക്ക് ഇട്ടിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതും വിപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഇത്ര ടൈറ്റായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ബൗളിലേക്ക് ഇതെല്ലാം കൂടി മാറ്റിയിട്ട് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന പൗഡർ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി കട്ട പിടിച്ചിട്ട് നമുക്ക് പിന്നെ മിക്സിങ് വളരെ ടഫായിട്ട് വരും. അപ്പോൾ 2-3 പോർഷനായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് നട്ട്സും ബദാം ക്രഷ് ചെയ്തും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. 2 സൈഡിലേക്കും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതിലും ഏറ്റവും നല്ലത് 1 സൈഡായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നതാണ്. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ബട്ടർ ഇങ്ങനെ ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു ട്രേയിലേക്ക് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ബാറ്റർ ഒഴിക്കുക. ടോപ്പിലായിട്ട് കുറച്ച് നട്ട്സും ആൽമണ്ട്സും ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 130-ൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് നമ്മുടെ ഈ ട്രേ വെച്ച് കൊടുക്കുക. പിന്നീട് നമുക്ക് 130-ൽ തന്നെ ഒരു 40 മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്തെടുക്കണം. 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് സ്ക്യൂർ വെച്ച് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, അതിൻ്റെ അകത്ത് കുക്കായി വന്നിട്ടുണ്ട് ഉള്ളോ എന്നുള്ളത്. അപ്പോൾ ഞാനിത് 40 മിനിറ്റ്സിന് ശേഷം എനിക്ക് എത്ര റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു എക്സ്ട്രാ 10 മിനിറ്റ്സ് കൂടി കൊടുത്തിരുന്നു. 10 മിനിറ്റ്സ് കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി നമുക്ക് റെഡിയായി കിട്ടി. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ടെക്സ്ചർ വൈസും നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പായിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്